ഹലോ ഗൈസ്, KSEBയുടെ ഇലക്ട്രിസിറ്റി ബില്ല് കൊണ്ടിട്ട് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. കാരണം നമുക്കറിയാം ബില്ല് വരുന്ന കാര്യമൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ പ്രശ്നങ്ങളുണ്ടാക്കി ഒരുപാട് കാര്യങ്ങൾ വരുന്ന കാര്യം അറിയാം. ബില്ല് കൂടുന്നു, മറ്റത് കൂടുന്നു. KSEBയുടെ മീറ്റർ കൊണ്ടിട്ട് വളരെയധികം ഞങ്ങൾക്കൊരു നിധി കിട്ടിയൊരു കാര്യമുണ്ട്. കാരണം ഞങ്ങൾക്ക് ആ KSEB മീറ്റർ കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായൊരു ഉപകാരമാണ്. നിങ്ങൾക്കറിയാം, ഈ ചെറുതേനൊക്കെ പറയുന്നത് ഭയങ്കര വില, ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു കാര്യമാണ് ചെറുതേൻ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സോളാർ പാനൽ വെക്കുന്നതിന് ഭാഗമായിട്ട് ആ മീറ്റർ ബോർഡിൻ്റെ കാര്യങ്ങൾ ചെറിയൊരു മെയിൻ്റെനൻസ് വർക്ക് വന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടിയ ഒരു സാധനമാണ് ഈ ചെറുതേൻ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടിയത്. ചെറുതേൻ വെച്ച് ഞങ്ങളെ അതിൻ്റെ അകത്ത് ഉണ്ടാക്കിയത് നമുക്ക് വലിയൊരു രീതിയിൽ ചെറുതേൻ കിട്ടുന്നുണ്ട്. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയത്. ഇതാണ് നമുക്ക് ആ മീറ്റർ ബോക്സിൻ്റെ അകത്ത് ഇതിനകത്ത് കൂടിറക്കം ഉണ്ടായിരുന്നു. ഇതിനകത്ത് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചായി ഇപ്പോൾ നമ്മളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളത് പിഴിയാം എന്ന് വിചാരിക്കുകയാണ്. കാരണം കൂടിറക്കം ഉണ്ട്, തേനും ഉണ്ട്. അപ്പോൾ പിഴിയുന്നതിന് വേണ്ടി നമ്മൾ ഒരു വെള്ള തുണി എടുത്തിട്ടുണ്ട്. അമ്മ ഇവിടെ കുറേയുണ്ട്. അമ്മയാണ് നമ്മൾ ഗൈഡ് ചെയ്യുന്ന അമ്മയാണ്. പിന്നെ ഈ സംഭവം പൊളിക്കാൻ വേണ്ടിയിരിക്കുന്ന രണ്ടുപേരെ കാണിച്ചു തരാം. പൊളി നമ്പർ 1, പൊളി നമ്പർ 2. ഓക്കെ, നമുക്ക് ഇത് ചെയ്യാം. സക്സസ് ആവുമെന്ന് അറിയില്ല, ഇത് ചെയ്യാം. നമ്മൾ ആദ്യം വെള്ള തുണി നമ്മൾ ഇന്നത്തേക്ക് വെക്കാനാണ്. എന്നിട്ട് നിലവിൽ വെള്ളം നമുക്ക് ആദ്യം ഇന്നത്തേക്ക് ഒഴിക്കാം. അല്ലേ, അത് ഒഴിച്ചു നോക്കാം. തുണി വെക്കണം. വെള്ളം നമുക്കിങ്ങനെ ഒഴിച്ചോ. ഇത് നോക്കണം, അരിക്കണം. അമ്മേനെ കിട്ടാവാ. നോക്കിയോ ബോസ്. ഒരുപാടുണ്ടല്ലേ. നാച്ചുറൽ സാധനമാണ്. നാച്ചുറൽ താഴെ പോയത്. ഓക്കെ, മമ്മി ടേക്ക് സെക്കൻഡ് ക്ലാസ്. അടുത്തട്ടാ പോളി നമ്പർ 1. പോളി ഇവിടെ തലപ്പത്തിരിക്കണം. ഓക്കെ അവിടെ കേട്ടാ. നാച്ചുറൽ സാധനം. ജൂമാക്ക് ബാക്കി പിഴിയല്ലേ. ആമി തനുവന്നുണ്ടാക്കി. ആമി പൊളി നമ്പർ 2. എങ്ങനെയുണ്ട്? അതേ കഴിക്കാൻ പാടില്ല. എങ്ങനെയാണെങ്കിലും എങ്ങനെയുണ്ട്? ഓക്കെ, നമുക്ക് പിഴിഞ്ഞാക്കാം അല്ലേ. സമ്മതിക്കുന്നറിയില്ല.
ഗ്ലൗസ് ഇല്ല. കാരണം ഞങ്ങൾ പുറത്ത് കൊടുക്കില്ല, ഞങ്ങൾ വീട്ടുകാർ മാത്രമേ തിന്നുള്ളൂ. എൻ്റെ കൈ ശുദ്ധമാണ്, പരിശുദ്ധമാണ്. കൈ കഴുകിയ പരിശുദ്ധം. നമ്മൾ ഉദ്ദേശിച്ച പോലെ തോന്നുന്നു, പണിപ്പാണ് തോന്നുന്നു, കട്ടയെ തോന്നുന്നു. ഇത് വീഴണം അല്ലേ? ഫുള്ളും കൂടി ഒറ്റടിക്കാൻ ആ പൊളി പൊളി എന്താ നമുക്ക് മറ്റേതൊക്കെ ചില്ലും പാത്രത്തിൽ ഇടാല്ലേ അമ്മ? അതിനകത്തൊക്കെ ഇടണോ അല്ലേ? വേണ്ട ഗപ്രോളും അയ്യോ കൈമൂലൊക്കെ ഇട്ടാ ഈ സ്റ്റീൽ പാത്രത്തിൽ കിട്ടുവാണ്. ശരിക്കും പിടിക്കേ അയ്യോ എനിക്ക് നിന്ന് സ്റ്റീൽ എങ്ങനെയാ മൊത്തം എടുക്കും? ചെക്കന്മാര് നമ്മളെ കേസിരുന്ന് നല്ല പണി നടന്നിരുന്നു. ആ ഒരുപാടൊക്കെ അതൊക്കെ മറ്റേ ഇവര് മറ്റേ പ്രൊഫഷണൽ അവരൊക്കെ മറ്റേ എക്സ്ട്രാക്ഷൻ മറ്റേ മെഷീനൊക്കെ വെച്ചിട്ട് ചെയ്യണതാണ്. നമുക്ക് മറ്റേ ഇത് മതിയായിരുന്നടാ, നാരങ്ങ വീയുടെ സാധനം വീട് മെഷീനിലിട്ടിട്ടേ ഓരോന്ന് ഇതാക്കി മതിയാവും. മതിയായി ഒരുപാട് ഉണ്ടല്ലേ? എന്താ പോയിട്ടോ തട്ടിക്കളയല്ലേട്ടാ. പിന്നെ അതങ്ങനെ കുടിക്കാൻ പാടില്ല, തൊട്ടിപ്പോ. താമതി കുടിക്കല്ലേ തന്നേക്ക് മറ്റേ മറ്റേ എന്താ മറ്റേ അന്നം കുറഞ്ഞു കഴിക്കാൻ ആൾക്കാരെ കഴിക്കും. എന്താണ് കൊച്ചിയൊന്നും കൊടുക്കണല്ലേ? എന്താണ് ഇത് അല്ലാണ്ട് എന്ത് ചെയ്യണം? ഇത് തുണി ഇങ്ങനെ കെട്ടി പാത്രം വെച്ച് കൊടുക്കാല്ലോ. കഴിഞ്ഞ അവിടെ വെക്കൂ, കുറച്ചു നേരം കഴിഞ്ഞിട്ട് പിന്നെ പിടിക്കാം. അയ്യോ ഇതൊക്കെ ഓക്കെ. ഇത് എനിക്കറിയാൻ പാടില്ല, നമ്മൾ ചെയ്യണ രീതിയൊക്കെ ശരിയാണെന്ന് അറിയാൻ പാടില്ല. ആ സമയം സ്പൂൺ ഓഫ് ചെയ്യട്ടെ?